പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ പണിക്കാർ മലയാളികളാണോ ബംഗാളികളാണോ എന്ന്. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയും റോബോട്ടുകളാണ് എൻ്റെ പണിക്കാർ എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ബ്രിക്ക് ലേയിങ് റോബോട്ട്സിനെ കുറിച്ചിട്ടാണ്. വേണം നമുക്ക് ബ്രിക്ക് ലേയിങ് മേസൺസ് എന്നും പറയാം. ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിമിലർ വർക്ക്സ് ഒരുപാട് ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലേബർ കോസ്റ്റിലായാലും ടൈമിലായാലും വലിയ സേവിങ്സ് നടത്താൻ പറ്റും. ഇവിടെയാണ് ഈ റോബോട്ടിക് മേസൺസിൻ്റെ അല്ലെങ്കിൽ റോബോട്ടിക് ഇൻസ്റ്റാളേഷൻ്റെ പ്രസക്തി വരുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് AI യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ 3D മാപ്പിങ്ങും GPS യൂസ് ചെയ്തിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് ബ്രിക്കുകൾ കറക്റ്റ് ചെയ്ത് പോകും. അതുമാത്രമല്ല നമുക്കിതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ വേസ്റ്റേജ് കുറക്കാൻ പറ്റും. വളരെ പ്രിസൈസ് ആയിട്ടുള്ള വർക്കുകൾ ഇത് ചെയ്യുന്നുണ്ടാവുക നമ്മൾ മുന്നേ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സെയിം ടൈം ഇതിൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ വർക്കിംഗ് കണ്ടീഷൻ എടുക്കുക, അത് ചിലപ്പോൾ റെഗുലർ സൈസുള്ള ബ്രിക്ക് ആവില്ല, അല്ലെങ്കിൽ അൺകൺവെൻഷണൽ ഡിസൈൻസ് വരും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പാറ്റേണിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കറൻ്റ്ലി ഉള്ള റോബോട്ട്സിന് അത് ബുദ്ധിമുട്ടാവും. ഇനി ഇതുപോലൊരു റോബോട്ട് നിലവിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഡ്രിയൻ എക്സ് എന്ന് പറഞ്ഞിട്ടും സാം എന്ന് പറഞ്ഞിട്ടുള്ള റോബോട്ട്സ് ഓൾറെഡി മേസന്മാരായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇനി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് പ്രൊഡക്ട്സുകൾ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും.